നമ്മൾ ആദ്യം തന്നെ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഉയർന്ന ചോദ്യം ഇതാണ്. വിഴിഞ്ഞത്തിന്റെ തുറമുഖ ചുമതലകളിൽ നിന്നും ദിവ്യ എസ് അയ്യരായിരുന്നു ആ ചുമതലയിലുണ്ടായിരുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് ദിവ്യ എസ് അയ്യരെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് വിസിൽ MD ആയി നിലനിർത്തിക്കൊണ്ട് വലിയ നീക്കങ്ങളാണ് നടത്തിയത്. പക്ഷേ ഒടുവിൽ ഇപ്പോൾ ഉയരുന്ന ആരോപണം ദിവ്യ എസ് അയ്യരെ ഈ ചുമതലയിൽ നിന്നും മാറ്റിയതിന് പിന്നിൽ അദാനിയാണോ എന്ന ചോദ്യമാണ്. ഉയർത്തുന്ന ഈ ആരോപണം മറ്റാരുമല്ല, CPM കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ ആക്ഷേപം ഉയരുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്ന CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ് ഈ ആരോപണം ഉന്നയിച്ചത്. മുമ്പും ദിവ്യ എസ് അയ്യരെ മാറ്റാൻ അദാനിയിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും അന്നത്തെ സർക്കാരിന്റെ ശക്തമായ നിലപാടുകളാണ് അതിന് തടസ്സമായിരുന്നത് എന്നുമാണ് രാഗേഷിന്റെ വാദം. എന്തായാലും ഇത് വലിയ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയാണ്, വിവാദമാണ്. ഇതിന്റെ രാഷ്ട്രീയം പരിശോധിക്കാം. ആദ്യം ഡാൻ, ഈ ഉയരുന്ന ആക്ഷേപം ചെറുതല്ല. തുടക്കത്തിൽ തന്നെ ദിവ്യ എസ് അയ്യർ, അതായത് ശബരിനാഥിന്റെ കോൺഗ്രസിന്റെ MLA ആയിരുന്ന പ്രധാനപ്പെട്ട നേതാവിന്റെ ഭാര്യ പത്നി കൂടിയാണ്. അത്തരം വ്യക്തിപരമായ ബന്ധങ്ങൾക്കപ്പുറം അവർക്ക് സർക്കാരുമായൊരു വിയോജിപ്പ് ഉണ്ടാവേണ്ടതില്ല. പക്ഷേ സർക്കാരിൻ്റെ പുതിയ ചുമതലയിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യമുണ്ടാകുന്ന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ദിവ്യ എസ് അയ്യരെ മാറ്റിയത്. ഇപ്പോൾ ഉയർത്തിയ ആരോപണം KK രാഗേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം, മുമ്പും അദാനി ഇങ്ങനത്തെ രീതിയിൽ മാറ്റത്തിന് വേണ്ടി ഇടപെട്ടിരുന്നു. പക്ഷേ അന്നത്തെ മുഖ്യമന്ത്രി കടുത്ത നിലപാടുകൾ എടുത്തു എന്നാണ് അന്നത്തെ നിലപാട്. ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഈ മാറ്റിയതിൽ എന്തെങ്കിലും അസ്വാഭാവികത നമുക്ക് കാണാനാവുന്നുണ്ടോ? രണ്ട് കാരണങ്ങളാണ് പ്രധാനമായി ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് MD സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് കാരണമായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം രാഷ്ട്രീയമായ ഒന്ന് തന്നെയാണ്. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ കോൺഗ്രസ് നേതാവ് ശബരിനാഥൻ്റെ പത്നി കൂടിയായ ദിവ്യ എസ് അയ്യർ അനവസരത്തിലടക്കം അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും മുഖ്യമന്ത്രിക്ക് വാഴ്ത്തുപാട്ട് നടത്തുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ശൈലി സ്വീകരിച്ചു. ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് ആ ശൈലി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ആ ഭരണം മാറി UDF അധികാരത്തിലെത്തിയ ശേഷവും ദിവ്യ എസ് അയ്യരുടെ നിലപാടുകളിൽ മാറ്റം വന്നില്ല. അവർ അത്തരത്തിൽ തന്നെ ആ ശൈലി അങ്ങനെ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അത് ഒരിക്കലും UDF സർക്കാരിന് അംഗീകരിക്കാനാവില്ല. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം പലരും അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ആ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാരണമാണ് ദിവ്യ എസ് അയ്യരെ തന്ത്രപ്രധാനമായ ഒരു ചുമതലയിൽ നിന്ന് മാറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. മറ്റൊന്ന്, രണ്ടാമത്തെ കാരണമായി ഏറ്റവും എടുത്തു പറയുന്ന കാരണം, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുറമുഖ വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി VN വാസവനടക്കം ദിവ്യ എസ് അയ്യരുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ലഭിച്ചിരുന്നു. അതായത് തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ, പ്രത്യേകിച്ച് അദാനി പോർട്സ് നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിനപ്പുറത്തേക്ക് അവിടെ നിന്ന് കണ്ടെയ്നർ നീക്കം സുഗമമാക്കുന്നതിന് വേണ്ടി റെയിൽ റോഡ് കണക്ടിവിറ്റി, അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ, ഇതുൾപ്പെടെയുള്ള മറ്റ് പല ഇടപെടലുകളും ഒരു ഉദ്യോഗസ്ഥ തലവ എന്ന നിലയിൽ നടത്തേണ്ടതായിരുന്നു ദിവ്യ എസ് അയ്യർ. അത് കൃത്യമായി നടത്തുന്നതിൽ ദിവ്യയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രെഡായി അടക്കം അന്ന് തുറമുഖ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി VN വാസവന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ ഇടപെടലല്ല MDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന അഭിപ്രായമുയർന്നു. അവർ അക്കാര്യം തുറമുഖ വകുപ്പ് മന്ത്രി കൂടിയായ VN വാസവനെ അറിയിച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തയായ IAS ഉദ്യോഗസ്ഥയായിരുന്നു, ഏറ്റവും പെറ്റായ IAS ഉദ്യോഗസ്ഥയായിരുന്നു ദിവ്യ എസ് അയ്യർ. അതുകൊണ്ട് ഈ എതിർപ്പുകൾ പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ തന്ത്രപ്രധാനമായ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് തുടരാൻ ദിവ്യ എസ് അയ്യർക്ക് കഴിഞ്ഞത് മുഖ്യമന്ത്രിയായിരുന്ന തുറമുഖ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന പിണറായി വിജയന്റെ അല്ലെങ്കിൽ തുറമുഖ വകുപ്പ് മന്ത്രിയുടെ എതിർപ്പ് അവഗണിച്ചും മുഖ്യമന്ത്രിയുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞതാണ് ആ തന്ത്രപ്രധാനമായ തസ്തികയിൽ തുടരാൻ ദിവ്യയ്ക്ക് കഴിഞ്ഞത്. പക്ഷേ UDF സർക്കാർ എത്തിയപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദിവ്യയെ അവിടുന്ന് മാറ്റുകയാണ് ഉണ്ടായതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഈ രാഗേഷിന്റെ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഇതിൽ പറയുന്ന ഒരു കാര്യം, മുമ്പും ഈ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായ ചില ഇടപെടലുകൾക്കുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഈ വിഷയങ്ങളിൽ ജാഗ്രതയോടെ ഇടപെട്ട ഉദ്യോഗസ്ഥയായിരുന്നു ഡോക്ടർ ദിവ്യ എസ് അയ്യർ. അദാനി അധികൃതർക്ക് ഇത് അന്നേ അത്ര രസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദിവ്യ എസ് അയ്യരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പലവിധ നീക്കങ്ങളുണ്ടായിരുന്നു. പോർട്ടിൻ്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇതാണ് അന്നത്തെ മുഖ്യമന്ത്രി കൊടുത്ത മറുപടി. അദ്ദേഹം വരുന്നു വളരെ പൊളിറ്റിക്കലി വലിയ സാധ്യതയുള്ള ഒരു മൂവ്മെൻറ്റ് കൂടിയാണ് ഇതിൽ നടത്തുന്നത്. കാരണം ദിവ്യ എസ് അയ്യരെ മാറ്റിയതിൽ ചില അസ്വാഭാവികതകൾ അന്ന് ആരോപിച്ചിരുന്നു. അതിനെ ഇതുമായി കൂട്ടിയിണക്കപ്പെടുമ്പോൾ ലക്ഷ്യമിടുന്ന മുഖ്യമന്ത്രിയെ തന്നെയാണോ CPM?
തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും കാരണം. അതായത് ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുകൊണ്ട് ദിവ്യ എസ് അയ്യർ അന്ന് നടത്തിയ ഇടപെടലുകൾ അതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളും വിലയിരുത്തലുകളും ഉണ്ടായി എന്നതാണ് വാസ്തവം. അവിടെ കൃത്യമായി ദിവ്യ എസ് അയ്യറെ മാറ്റുമെന്ന കാര്യം നേരത്തെ തന്നെ അത് അഭ്യൂഹങ്ങളിൽ നിറഞ്ഞിരുന്നു. അവിടെയാണ് അതിൻ്റെ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് തന്ത്രപ്രധാനമായ ഒരു പദവിയാണ്. നമുക്കറിയാം കെ എസ് ശബരിനാഥനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് കൊണ്ടുവന്നേക്കും എന്നുള്ള സൂചനകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ആളിപ്പടർന്നിരുന്നു. വി ഡി സതീശൻ അധികാരമേറ്റതിന് പിന്നാലെ അതുണ്ടായില്ല. അതിന് പിന്നാലെയാണ് ദിവ്യ എസ് അയ്യറെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന കാര്യവും അതേ സൈബർ ഇടങ്ങളിൽ ഈ തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രചരിച്ചത്. അപ്പോൾ കൃത്യമായി ഇത് അറിയാവുന്ന ഒരു കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ വാർത്ത അങ്ങനെ അഭ്യൂഹങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. പിന്നീടത് യാഥാർത്ഥ്യമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിന് പിന്നിൽ കൃത്യമായ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അതോടൊപ്പം ഉദ്യോഗസ്ഥ തലത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് കംഫർട്ടബിളായ ഒരാൾ ആ പദവിയിലേക്ക് എത്തണം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം കൂടിയാകും. അതിനെ നമുക്കൊരിക്കലും ഭരണത്തലവൻ്റെ താല്പര്യത്തെ നമുക്കൊരിക്കലും അവഗണിക്കാനോ അതിനെ തള്ളിക്കളയാനോ ഒന്നും കഴിയില്ല. എന്തായാലും തന്ത്രപ്രധാനമായ ഒരു ചുമതലയിൽ നിന്ന് ദിവ്യ മാറിയതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി മുഖ്യ പ്രതിപക്ഷമായ LDF അതിനെ മാറ്റുന്നു എന്ന് മാത്രം നോക്കിക്കണ്ടാൽ മതി. അതിനെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കോൺഗ്രസിനകത്ത് തന്നെ ഒരു ആശയക്കുഴപ്പവും ചില അതൃപ്തികളുമുണ്ട്. അത് മുഖ്യമന്ത്രി തന്നെ എല്ലാം കൈകാര്യം ചെയ്യുന്നുവെന്നാണ് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു വിഷയം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്താനിരിക്കുന്നു ഇന്ന്. അപ്പോൾ ഇതിൽ ഇവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി തന്നെ എല്ലാം തീരുമാനിച്ചു, കോൺഗ്രസിന്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായി മറ്റെന്തോ സംഭവിച്ചു എന്ന കാര്യം ഒന്നുകൂടി ഊന്നി പറയുക, അത് തന്നെയാണ് ഇതിന് പിന്നിൽ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. അതായത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് പാർട്ടി നേതൃത്വം ഒരു വശത്ത് നിന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ അവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയെ കൂടിയാണ്. അവിടെയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന കാര്യം കെ മുരളീധരൻ. അദ്ദേഹം കഴിഞ്ഞ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഏറ്റവും അധികം വിമർശനം ദിവ്യ എസ് അയ്യർക്കെതിരെ നടത്തിയ കോൺഗ്രസ് നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളത് കെ മുരളീധരനാണ്. അതിരൂക്ഷമായ ഭാഷയിലാണ് ദിവ്യ എസ് അയ്യറുടെ ഈ സ്തുതിപാടൽ, അത് ചില IAS ഉദ്യോഗസ്ഥരുടെ പുകഴ്ത്തൽ അങ്ങ് അതിന് വിടുന്നു. എന്നും LDF ആയിരിക്കില്ല, പിണറായി വിജയൻ ആയിരിക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന കാര്യം ഓർത്താൽ നന്ന് എന്ന തരത്തിൽ മുരളീധരൻ അന്ന് പരസ്യമായി ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതിനോട് ചേർത്ത് വെക്കാവുന്ന തരത്തിൽ പല മുതിർന്ന നേതാക്കളും പാർട്ടി ഫോറങ്ങളിൽ കൃത്യമായി നിലപാടെടുത്തിരുന്നു. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായി വേണം ഈ നിർണായകമായ സമയത്ത് ദിവ്യ എസ് അയ്യരെ ഈ പദവിയിൽ നിന്ന് മാറ്റിയതിനെ കാണാൻ. അവിടെ രാഷ്ട്രീയമായ ഒരു പ്രതിരോധം തീർക്കുന്നു ദിവ്യയ്ക്ക് വേണ്ടി LDF എന്ന് പറയുന്നതാകും കൂടുതൽ ഉചിതം. ശരി, അതാണ് കാര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് ഈ KK രാഗേഷ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഉന്നയിച്ച ആക്ഷേപം മുമ്പ് ഇടപെടൽ ഉണ്ടായി എന്നതാണ്. നമുക്കത് ഒന്നുകൂടെ വിശദമായി നോക്കാൻ കഴിയുമായിരുന്നു. രാഗേഷിനെ ഫോണിൽ നമ്മൾ ശ്രമിച്ചു, പക്ഷേ രാഗേഷിനെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നതാണ്. അദ്ദേഹം മറ്റു ചില തിരക്കുകളിലാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ എൻ്റെ വിശദാംശങ്ങളിലേക്കും പൊതു രാഷ്ട്രീയത്തിലേക്കും നമുക്ക് കടന്നു വരാം. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്ന മറ്റൊരു വിമർശനമാണ്. അതായത് സർക്കാർ രൂപീകരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ വിഴിഞ്ഞത്തെ ചില അസാധാരണ നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നതാണ്. ഈ ആക്ഷേപം ഉന്നയിക്കുന്ന കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും തന്നിലേക്ക് എത്തുന്ന രീതിയിലാണ് വകുപ്പ് വിഭജനം പോലും അന്ന് വി ഡി സതീശൻ നടത്തിയെന്നാണ് കോൺഗ്രസിലെ സതീശൻ വിരുദ്ധ ചേരിയുടെ ഒരു ആക്ഷേപം. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം എന്ന് കൂടി നോക്കാം. എന്താണ് ഡാൻ യഥാർത്ഥത്തിൽ ഈ ആക്ഷേപത്തിൻ്റെ കഴമ്പെന്താണ്? നമുക്ക് ഒറ്റനോട്ടത്തെ അറിയാം, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും എല്ലാ സാഹചര്യങ്ങളും ഉദ്യോഗസ്ഥരുമെല്ലാം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അതിൽ സാധാരണ രീതിയിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റാണ്, അത് അഭിമാന പദ്ധതിയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രി നേരിട്ട് നിയന്ത്രിക്കുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതിനപ്പുറമുള്ള അസ്വാഭാവികത ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിദേശ സ്വകാര്യ നിക്ഷേപം വിഴിഞ്ഞത്ത് നടത്താൻ MSC തയ്യാറെടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റ് ചില പ്രഖ്യാപനങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കാവുന്ന മറ്റ് ചില പ്രഖ്യാപനങ്ങൾ കൂടി തുറമുഖവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്തിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ വിശാലമായ മറ്റ് തീരങ്ങൾ ലക്ഷ്യമാക്കി കൂടി വരുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിലെ സതീശൻ വിരുദ്ധർ നൽകുന്ന സൂചന. അവർ പറയുന്ന ചില അസ്വാഭാവികതകളുണ്ട്, അതുകൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് പോകേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു സ്വാഭാവികമായ ശൈലിയാണ് കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഭരിച്ചിരുന്ന കാലത്തുണ്ടായത്. പിന്നീട് വിവാദങ്ങൾ വന്നാണ് അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിനുശേഷം വി ഡി സതീശൻ മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രിയായ വി ഡി സതീശന് ലഭിക്കാതിരിക്കുന്നു. ആ ചുമതല
രമേശ് ചെന്നിത്തലയിലേക്ക് മാറുന്നു. പിന്നെ ഏത് വകുപ്പ് വി.ഡി. സതീശൻ എടുക്കുമെന്ന ചോദ്യത്തിന് മറ്റ് സംശയങ്ങളൊന്നും ഉണ്ടായില്ല. അദ്ദേഹം ധനവകുപ്പ് ഏറ്റെടുക്കും എന്ന കാര്യം നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. അങ്ങനെ വരുമ്പോൾ അതിന് പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ കൂടി വി.ഡി. സതീശനിലേക്ക് എത്തി. അതിൽ ഒന്ന് നിയമവകുപ്പാണ്, മറ്റൊന്ന് തുറമുഖ വകുപ്പാണ്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഈ തുറമുഖമായി രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലായി വിഴിഞ്ഞം മാറുന്നതിന് പിന്നാലെ ഈ തുറമുഖ വകുപ്പിന് വലിയ തരത്തിൽ പ്രസക്തി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ വിവാദമായിരിക്കുന്ന ഈ MSCയുടെ വമ്പൻ ഓഹരി നിക്ഷേപം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മറ്റ് ചില പ്രഖ്യാപനങ്ങൾ കൂടി അനധിവിദൂര ഭാവിയിൽ വരാനിരിക്കുന്നുണ്ട്. സ്വാഭാവികമായി അത് ആദ്യം എത്തുക തുറമുഖ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശന്റെ അടുത്തായിരിക്കും. വി.ഡി. സതീശൻ അരികിലേക്ക് ഈ ആദ്യ ഫയൽ എത്തുമ്പോൾ അത് തുറമുഖ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അത് പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് അത് കൈമാറുന്നത് ധനവകുപ്പിലേക്കായിരിക്കും. ധനവകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ അതേ വി.ഡി. സതീശൻ തന്നെ ആ ഫയൽ വീണ്ടും പരിശോധിക്കും. അപ്പോൾ ധനവകുപ്പിൽ നിന്നുള്ള മറ്റ് തടസ്സങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഫയൽ എത്തേണ്ടത് നിയമവകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഇതേ വി.ഡി. സതീശൻ അരികിലേക്കാണ്. വി.ഡി. സതീശൻ ആ ഫയലും വിശദമായി പരിശോധിക്കും. അതിനുശേഷം ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിക്കരികിലേക്കാണ് ഈ ഫയൽ എത്തേണ്ടത്. അവിടെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ ഈ ഫയൽ വീണ്ടും പരിശോധിക്കുന്നു. അതായത് തന്ത്രപ്രധാനമായ 4 വകുപ്പുകളിലൂടെ ഈ ഫയൽ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അത് ഇടകേറി പരിശോധിക്കുന്നത് ഒരു വ്യക്തി തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അതോടൊപ്പം മറ്റൊരു സുപ്രധാനമായ കാര്യം, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന രത്തൻ യു ഖേൽക്കർ, അദ്ദേഹം നിലവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്പെഷ്യൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് വിഴിഞ്ഞത്തിന്റെ ഒരു ചുമതല കൂടിയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇനി നടക്കാനിരിക്കുന്ന അനുബന്ധ വികസന പദ്ധതികളിലൊക്കെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുക ഈ പ്രധാനപ്പെട്ട വ്യക്തികളായിരിക്കും. അവിടെ ഒരു ഇടകേറി പരിശോധനയ്ക്ക് അല്ലെങ്കിൽ ഒരു എതിർസ്വരമുയർത്താൻ, ഒരു അപസ്വരമുയർത്താൻ ആരുമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സാന്ദർഭികവശാൽ സംഭവിച്ചതാണെന്ന് ലഘൂകരിച്ച് കാണാൻ കഴിയില്ല. അതായത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് എല്ലാ വകുപ്പുകളിലും ആവശ്യമെങ്കിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നിരുന്നാലും അതിനപ്പുറം അത് അദ്ദേഹം തന്നെ ഹോൾഡ് ചെയ്തതിന് ഉദ്ദേശത്തിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. അതാണോ ഈ ആക്ഷേപം? അതാണ് രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് തുറമുഖ വകുപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് പ്രധാനപ്പെട്ട വകുപ്പിൽ എന്ത് സംഭവിച്ചാലും ഞാൻ ഈ പറഞ്ഞ ശൈലിയിൽ മാത്രമായിരിക്കും. അതായത് ആദ്യം അത് ആ വകുപ്പ് മന്ത്രിക്ക് അരികിലേക്ക് ആ ഫയൽ എത്തുന്നു, പിന്നീട് അവിടുന്ന് ധനവകുപ്പിലെത്തുന്നു, അവിടുന്ന് നിയമവകുപ്പിലെത്തുന്നു, പിന്നീട് മുഖ്യമന്ത്രി. അതായത് 3 പ്രോസസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഒരേ വ്യക്തി തന്നെയാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ അസ്വാഭാവികത എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ശരി, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത് കോൺഗ്രസിൽ തന്നെ വരുന്ന ഒരു ആക്ഷേപമാണ്. വിഴിഞ്ഞത്ത് തുടക്കം മുതൽ ചില നീക്കങ്ങളുണ്ടായിരുന്നു, എല്ലാം മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുക, അതുവഴി മറ്റെന്തോ സംഭവിക്കുന്നു എന്ന തോന്നലൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം രാഷ്ട്രീയ ആക്ഷേപങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ഈ ആക്ഷേപങ്ങൾ ഉയരുന്നതെന്ന് തന്നെയാണ് ഇതിന് പ്രത്യേകതയുള്ള കാര്യം. അവിടെ ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കണം. അതായത് ഈ സംഭവിച്ചിരിക്കുന്ന യാദൃശ്ചികതകളെ അവർ കോർത്തിണക്കാൻ ശ്രമിക്കുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ്. അവിടെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ എന്തിന് ചാർട്ടർഡ് ഫ്ലൈറ്റിൽ കോയമ്പത്തൂരിലേക്ക് പോയി എന്ന ചർച്ച, മംഗലാപുരത്തേക്ക് പോയി എന്ന ചർച്ച കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ സജീവമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിരുദ്ധ ചേരിയത് വലിയ തരത്തിൽ ചർച്ചയാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ KPCC നേതൃയോഗം വിളിക്കണം, അത് വിശദമായി ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ തന്നെ MR അഭിലാഷ കഴിഞ്ഞ ദിവസം ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിന് പിന്നിൽ നേതൃത്വത്തിന്റെ കൂടി അനുമതിയുണ്ട്. അങ്ങനെ ഒരു കത്തിന് പിന്നിൽ, കാരണം അടിയന്തരമായി യോഗം ചേരണമെങ്കിൽ അതൊരു സാഹചര്യം വേണം. ആ സാഹചര്യം ഒരുക്കാനായി ബോധപൂർവം അദ്ദേഹം ഈ കത്ത് നൽകിയതാണ് എന്ന ഒരു വിവരം കൂടി, അഭ്യൂഹം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്തയാഴ്ച ഒരു യോഗം ചേരുന്ന സാഹചര്യം ഉണ്ടായാൽ പാർട്ടി വേദികളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാനിടയുള്ള വിമർശനങ്ങൾ ചെറുതായിരിക്കില്ല എന്ന കാര്യവും ഉറപ്പാണ്. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം വ്യക്തമാണ്, സർക്കാരിൻ്റെ തുടക്കത്തിൽ വിവാദങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും. പക്ഷേ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ വലിയ വിവാദം ഉണ്ടായിട്ടും അത് പാർട്ടിയിൽ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന സ്വാഭാവിക ആക്ഷേപമുണ്ട്. കോൺഗ്രസിൽ ഇത് ഒരു KPCC ജനറൽ സെക്രട്ടറി കത്തിന് അപ്പുറത്തേക്ക് ഇതൊരു പൊതു ആവശ്യമായി വരുന്നുണ്ടോ? എന്തുകൊണ്ട് പാർട്ടിയിലേക്ക് ചർച്ച വരുന്നില്ല എന്ന കാര്യം അവിടെയാണ്. ഈ ഒരു വിഷയം മാത്രമല്ല, കോർത്തിണക്കുകയാണ് വിഷയങ്ങളെ. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന 2 വിഷയങ്ങളാണ് നിലവിലുള്ളത്. അത് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് വീര്യം കുറഞ്ഞ
മദ്യത്തിന് നികുതി ഇളവ് നിശ്ചയിച്ചുകൊണ്ടുള്ള തീരുമാനം അത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ആ ബില്ല് പാസ്സായി. ഇനി ഒരു സാങ്കേതികത്വം എന്ന പേരിൽ മാത്രം രാഷ്ട്രീയമായി അതിലൊരു നടപടി എടുത്തുകൊണ്ട് എന്ത് കാര്യമെന്ന് പ്രതിപക്ഷം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, വലിയ എതിർപ്പുകൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിനെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾ, അതിൽ പരസ്യ വിമർശനവുമായി മറ്റൊരു KPC ജനറൽ സെക്രട്ടറിയാണ് രംഗത്തെത്തിയത്, PM നിയാസ്. ഇതിൽ എടുത്ത് ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം, PM നിയാസ് KC വേണുഗോപാൽ വിഭാഗത്തിലെ വിശ്വസ്തനായ നേതാവാണ്. അതോടൊപ്പം ഇന്നലെ KPCC അധ്യക്ഷന് കത്ത് നൽകിയിരിക്കുന്ന MR അഭിലാഷും അദ്ദേഹം മറ്റൊരു KPCC ജനറൽ സെക്രട്ടറിയാണ്. മാത്രവുമല്ല KC പക്ഷത്തെ ഏറ്റവും അടിയുറച്ച നേതാവാണ്. അപ്പോൾ ഇത് ഒരു സംഘടിതമായ നീക്കം. ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അവിടെ പാർട്ടിയുടെ ഒരു കടിഞ്ഞാൻ വേണം മുഖ്യമന്ത്രിക്ക് എന്നൊരു നിലപാടിലേക്ക് അവർ എത്തുകയാണ്. അതിനവർ എന്ത് വഴി ഇനി സ്വീകരിക്കുമെന്നതാണ് കാത്തിരുന്ന് കാണാൻ. ശരി, ഒപ്പം നമ്മൾ പ്രതിപക്ഷത്തിൻ്റെ നീക്കം കൂടിയാണ് ഇനി പ്രസക്തമാവുന്ന കാര്യം. ഇന്ന് വിഴിഞ്ഞത്ത് CPM ഒരു പ്രൊട്ടസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് എന്താണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം വിഴിഞ്ഞ വിഷയത്തിൽ നടക്കാൻ പോകുന്നത്? അതായത് LDFിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധ സംഗമമായിരിക്കും വിഴിഞ്ഞത്ത് നടത്തുക. വിഴിഞ്ഞം വിറ്റുകളയല്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധ സംഗമം നടക്കുന്നത്. അതായത് കോൺഗ്രസിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്ന അഭിപ്രായ ഭിന്നതകളെ രാഷ്ട്രീയമായി ഒരു അവസരമാക്കി മാറ്റാനുള്ള നീക്കം LDF തുടങ്ങിയിരിക്കുന്നു. അതിൽ ഒരു പരിധിവരെ ഒരു എഡ്ജ് അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നു. ആ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള പരസ്യ പ്രതികരണത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങുന്നത്. അത് തന്നെയാണ് LDFിന് ഇക്കാര്യത്തിൽ ഒരു എഡ്ജ് ഈ പ്രതിഷേധത്തിന് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനായി വീണ്ടും അവർ ചർച്ചകളിലേക്ക് നിറയ്ക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് വിഴിഞ്ഞത്ത് ഇന്ന് വൈകിട്ട് ഇങ്ങനെ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കണ്ണൂരിലാണ് മാധ്യമങ്ങളെ കാണുന്നത്. അദ്ദേഹം പുതിയ ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഉന്നയിക്കാമെന്ന് കരുതുന്നു. എന്തായാലും വിഴിഞ്ഞം വിഷയത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ഈ വിഷയത്തിൽ ഒരു എംപവേർഡ് കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി എന്ത് തീരുമാനമെടുക്കും വിഴിഞ്ഞം അദാനിയുടെ ആവശ്യത്തിൽ എന്നതാണ്. അതായത് MSCയുടെ കടന്നുവരവ്, ഓഹരി വിൽപ്പന വിഷയങ്ങൾ തീരുമാനം സർക്കാരിൻ്റെ കോർട്ടിലാണ്. പക്ഷേ ഈ വിവാദങ്ങൾക്കിടയിൽ തീരുമാനമെടുക്കുക എന്നൊരു വലിയ വെല്ലുവിളി സർക്കാർ മുന്നിലുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. വിഴിഞ്ഞം വലിയ വരുമാനമുണ്ടാക്കിയെന്ന് വലിയ പ്രചരണങ്ങൾ നടക്കുകയാണ്. പക്ഷേ അദാനി ചില കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും അദാനി കമ്പനിയുടെ വേർഷനാണ്, അല്ലെങ്കിൽ ആ കമ്പനി കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതുവരെ തങ്ങൾ 4400 കോടിയോളം രൂപ മുടക്കി, പക്ഷേ അതിനൊത്ത വരുമാനമൊന്നും അവിടുന്ന് ലഭിക്കുന്നില്ല എന്നതാണ് അദാനിയുടെ വാദം. വിദേശ നിക്ഷേപത്തിന് നിർബന്ധിതമായത് ഈ പശ്ചാത്തലത്തിലാണെന്നാണ് അദാനി വാദിക്കുന്നത്. അതിന് ചില സാമ്പത്തിക കണക്കുകൾ കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഡാൻ, എന്താണ് ഈ കണക്കുകളുടെ അടിസ്ഥാനം? അദാനിയുടെ വേർഷൻ മാത്രം മതി, നമ്മളത് നമ്മുടെ പോർഷനായി ചേർക്കേണ്ടതില്ല. അദാനി എന്താണ് ഈ വിഷയത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? അതായത് 2015 ഓഗസ്റ്റ് 17 അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും കരൺ അദാനിയും തമ്മിൽ ഈ കരാറിൽ ഒപ്പുവെക്കുന്നു. കരാർ പ്രകാരം 4 വർഷത്തിനകം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം. അതായത് 2019 തുറമുഖം യാഥാർത്ഥ്യമാകണമായിരുന്നു. പിന്നീട് അവിടെ ഓഖി ഉണ്ടാകുന്നു, മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, കോവിഡ് ഒരു വലിയ പ്രതിസന്ധിയായി വരുന്നു. അങ്ങനെ പറഞ്ഞതിൽ നിന്ന് 5 വർഷം കൂടി മുമ്പോട്ട് പോയി 2024 ഡിസംബർ 3 മാത്രമാണ് ഈ തുറമുഖം കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായത്. അങ്ങനെ ആദ്യഘട്ടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്ന ചെലവിനേക്കാൾ അധികമായ ചെലവാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ ഏതാണ്ട് 7700 കോടി രൂപ ചെലവിലാണ് ആദ്യഘട്ടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ഇതിൽ 4400 കോടി രൂപ അദാനി ഗ്രൂപ്പാണ് വഹിച്ചിരിക്കുന്നത്. 3000 കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാരിന്. അത് ഒരു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള പ്രൊജക്ട് എന്ന നിലയിൽ 3300 കോടി രൂപ ആണ് സംസ്ഥാനത്തിന് വഹിക്കേണ്ടി വന്നത്. അതിൽ ഡ്രഡ്ജിങ്, അതോടൊപ്പം ഈ പുലിമുട്ട് നിർമ്മാണം, ബ്രേക്ക് വാട്ടർ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ സഹായമാണ് ഏറ്റവും വലിയൊരു നിർണായകമായി മാറിയത്. ഈ 4400 കോടി രൂപ മുതൽ മുടക്കിൽ അവർ ആദ്യഘട്ടത്തിൻ്റെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. അത് പൂർത്തിയാകുന്നു. കമ്മീഷൻ ചെയ്ത് 1 വർഷം പൂർത്തിയാകുമ്പോൾ, അതായത് 2026 അവർക്ക് ഇതിനോടകം ലഭിച്ചിരിക്കുന്ന വരുമാനം 1 വർഷം കൊണ്ട് 4400 മുടക്കിയെടുത്ത് 440 കോടി രൂപ മാത്രമാണ്. അത് മാത്രമാണ് അവർക്ക് വരുമാനമായി ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ഈ തുറമുഖത്തിന്റെ ആകെ മൂല്യമായി കണക്കാക്കുന്നത് $2.85 ബില്യൺ ആണ്. 2.85 കോടി ബില്യൺ ഡോളറാണ്. അപ്പോൾ അത് നമുക്കറിയാം അതിൻ്റെ വാല്യൂ എത്രയാണ് എന്നുള്ള കാര്യം കൃത്യമാണ്. അതിൽ
$1.397 ബില്യൺ, അതായത് $1.4 ബില്യൺ ഓഹരിയാണ് MSCക്ക് കൈമാറാൻ ഒരുങ്ങുന്നത്. അപ്പോൾ അവർ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാരണം 2004-നും 2013-നും ഇടയിൽ 4 സർക്കാരുകൾ പലതവണ ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാനുള്ള ചർച്ചകൾ നടത്തി 4 തവണ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ പരാജയപ്പെട്ട സ്ഥാനത്താണ് 5ാമതായി അദാനി പോർട്സ് വരുന്നത്. അവർ അതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത്, വളരെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഈ തുറമുഖം അവിടെ യാഥാർത്ഥ്യമാക്കുന്നത്. അവിടെ നിലവിലുള്ള വ്യവസ്ഥകൾ പ്രകാരം മുമ്പോട്ട് പോയാൽ അവർക്ക് അവിടെ നിന്ന് അവർ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല. അതായത് 1000 കപ്പലുകൾ വന്നു പോയിട്ടും ആകെ ഉണ്ടായിരിക്കുന്ന റവന്യൂ ജനറേഷൻ 440 കോടി രൂപ മാത്രമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അവിടേക്ക് വിദേശ നിക്ഷേപം ഒരു അനിവാര്യതയായി മാറിയത് എന്ന വിശദീകരണവുമായാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. യെസ്, അദാനിയുടെ കണക്കും വിശദീകരണവും അങ്ങനെയാണ്. ഇതൊരു വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരം ചില വിശദീകരണങ്ങൾ നടത്താൻ അവർ ശ്രമിക്കുന്നത് എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ കണക്കുകളൊക്കെ സർക്കാരും പരിശോധിക്കട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാവാം അവരും വിശദീകരണത്തിലേക്ക് വരുന്നത്. ഇതിൽ അദാനിയുടെ മറ്റ് ചില വിശദീകരണങ്ങൾ കൂടി വരുന്നുണ്ട്. അതായത് വിദേശ നിക്ഷേപത്തിൽ കരാർ ലംഘനം ഉണ്ടായിട്ടില്ലെന്നാണ് അവർ വാദിക്കുന്നത്. അദാനി പോർട്ട് അധികൃതർ വിദേശ കമ്പനിയുമായി ധാരണയിലെത്തിയ ശേഷം മാത്രമേ സർക്കാരിൻ്റെ അനുമതി തേടാൻ കഴിയൂ. തുറമുഖത്തിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഭൂരിഭാഗവും അദാനി പ്രതിനിധികൾ തന്നെ തുടരും. എന്നാൽ കരാർ യാഥാർത്ഥ്യമായാൽ MSC പ്രതിനിധികളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉൾപ്പെടുമെന്നാണ് പറയുന്നത്. പ്രദേശവാസികൾക്ക് നൽകുന്ന നൈപുണ്യ വികസനം, പ്രാദേശിക വികസനം അടക്കമുള്ള പരിപാടികളിൽ MSCയുടെ പങ്കാളിത്തവും ഉണ്ടാകും. ഭൂരിപക്ഷ ഓഹരി പങ്കാളി എന്ന നിലയിൽ തുറമുഖത്തിൻ്റെ നിയന്ത്രണം അദാനി പോർട്ടിന് തന്നെയായിരിക്കുമെന്നുമാണ് അദാനി പോർട്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ CEO അശ്വിനി ഗുപ്ത അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഡാൻ, ഇത് ഒരു വിവാദമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം വിശദീകരണം നടത്താണ്ടി വരുന്നത് അദാനിക്ക്. അദാനി എന്താണ് വാദിക്കുന്നത്? ആ കമ്പനി വിശദമാക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? അതായത് ഇത് രാഷ്ട്രീയമായി വലിയ തരത്തിൽ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ദേശീയ തലത്തിലും അല്ലാതെയും എതിർപ്പുകൾ ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ അദാനി പോർട്സിന്റെ സ്പെഷ്യൽ എക്കണോമിക് സോൺ CEO ആയിട്ടുള്ള അശ്വിനി ഗുപ്ത രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം മറ്റ് ഒരു സംസ്ഥാനത്താണ്, ഒരു വിസിറ്റിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായി പറഞ്ഞു വെക്കുന്നത് രാജ്യത്തുള്ള ഒരു കമ്പനിക്ക് വിദേശത്തുള്ള ഒരു കമ്പനിയുമായി ഇങ്ങനെ ഒരു വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നടക്കണമെങ്കിൽ പ്രാഥമികമായ ധാരണ ഈ 2 കമ്പനികൾ തമ്മിൽ ഉണ്ടാകണം. അങ്ങനെ ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി തേടാൻ കഴിയൂ. അങ്ങനെ അനുമതി തേടുന്നതിന് മുമ്പ് അത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ അറിയിക്കണം എന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ്. ആ നടപടിക്രമം പൂർത്തിയാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 49% ഓഹരികളാണ് MSCക്ക്, അതായത് അദാനിക്കുള്ള ഷെയർ ഹോൾഡിങ്ങിൻ്റെ 49% ഓഹരി ആണ് കൈമാറാൻ ഉദ്ദേശിക്കുന്നത് MSCക്ക്. അപ്പോഴും ഇതിലെ ഭൂരിപക്ഷം ഓഹരികളും അദാനി പോർട്സിന്റെ കൈവശം തന്നെയാണ്. അതുകൊണ്ട് ഉടമസ്ഥാവകാശത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കില്ല. അവിടെ ഒരു കരാർ ലംഘനവും ഉണ്ടായില്ല. അദാനി പോർട്സിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഭൂരിഭാഗവും അദാനി പോർട്സിന്റെ ഭാരവാഹികൾ തന്നെയായിരിക്കും. പക്ഷേ അവിടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ പ്രതിനിധികളും അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉൾപ്പെടും. അവിടെ നടക്കാൻ പോകുന്ന നൈപുണ്യ വികസന പരിശീലന പരിപാടികളിലടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ്. അവിടെ അദാനി പോർട്സിന് ഏത് തരത്തിലുള്ള പങ്കാളിത്തമാണോ ഉള്ളത് അതുപോലെ തന്നെ MSCക്കും പങ്കാളിത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും. അത് അവിടുത്തെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളെ അടക്കം സഹായിക്കും എന്ന ഒരു വിശദീകരണം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഉയരുന്ന ആശങ്ക ഏതെങ്കിലും തരത്തിൽ ഇത്രയധികം, അതായത് 13,000-ലധികം കോടി രൂപയുടെ നിക്ഷേപം MSC നടത്തുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ നിയന്ത്രണം MSCക്കായി പോകുമോ എന്ന തരത്തിലുള്ള ഒരു ആശങ്ക വരുന്നുണ്ട്. ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. അവിടെ കൃത്യമായി ഇതിൻ്റെ നിയന്ത്രണം അദാനിക്ക് തന്നെയായിരിക്കും. അതിലൊരു വ്യത്യാസവും വരില്ല. അല്ലാതെ ഉയരുന്ന ആശങ്കകളൊക്കെ ഈ പോർട്ടിൻ്റെ സുരക്ഷിതമായ ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല എന്ന വിശദീകരണവുമായാണ് ഇപ്പോൾ അദാനി പോർട്സ് ഔദ്യോഗികമായി രംഗത്ത്. ശരി, ഇതിനിടയിൽ അദാനി ഒരു കത്ത് കൂടി സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. അതായത് ആദ്യം അനുമതി തേടി ഒരു കത്ത് നൽകി. ഈ കത്തിന് കൂടുതൽ വിശദീകരണമാണ് നൽകിയത്. ആദ്യം നൽകിയതിനേക്കാൾ കൂടുതൽ ഒരു വ്യക്തത വരുത്തിയാണ് ഈ കത്ത്. ഇതിലൂടെ യഥാർത്ഥത്തിൽ അദാനി ലക്ഷ്യമിടുന്ന മറ്റൊന്നുമല്ല, സർക്കാരിൻ്റെ അനുമതിയാണ്. ഈ കത്ത് കൂടി ലഭിക്കുമ്പോൾ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നതുമാണ് പ്രസക്തമായ കാര്യം. വീണ്ടും കത്ത് നൽകുക എന്ന് പറഞ്ഞാൽ തങ്ങൾ കരാർ ലംഘനം നടത്തിയിട്ടില്ലെന്ന് അദാനി ആദ്യം തന്നെ വിശദമാക്കുന്നു. വീണ്ടും അതിൻ്റെ കൂടുതൽ സാങ്കേതിക വശങ്ങളാവാം ഈ കത്തിലുള്ളത്. അതിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായി പുറത്തു വരേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, സർക്കാരിൻ്റെ പരിഗണനയിലുള്ള വിഷയത്തിൽ സർക്കാരിന് മേൽ ആ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും തീരുമാനമെടുക്കാനുള്ള ഒരു സമ്മർദ്ദം കൂടിയാണോ ഈ ഇത്തരം വിശദീകരണ കമ്മ്യൂണിക്കേഷന് പിന്നിൽ?
അതായത് ഇത് ഞാൻ എൻ്റെ ഒരു ഗസ് പറയുകയാണ്. ഇതിനെപ്പറ്റി നമുക്ക് ഇതുവരെയുള്ള വിവരങ്ങൾ അപ്ഡേറ്റഡ് ആയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഏത് വിധേനയും ഈ തുറമുഖം നടത്തിക്കൊണ്ട് പോകണം. കാരണം അദാനി അവിടുന്ന് പിന്മാറിയാൽ അത് ഒരിക്കലും സംസ്ഥാനത്തിന് ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്. കാരണം നിലവിൽ ആ കണക്കുകളൊക്കെ അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കരാറുമായി മുമ്പോട്ട് പോകേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. അതിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും സമ്മർദ്ദമുണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയമായ വിമർശനങ്ങളെയും വിവാദങ്ങളെയും അവർക്ക് അതിജീവിക്കേണ്ടതുണ്ട്. ഇതിൽ ഒരു കാര്യത്തിൽ അവർ കൃത്യമായി ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. അതായത് കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാർ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ ഒരു സ്വപ്ന പദ്ധതിയായി കൊണ്ടുവന്ന് അതിൻ്റെ കമ്മീഷനിങ് അടക്കം നടക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. മാത്രവുമല്ല, ഈ നിക്ഷേപ പദ്ധതി വരുന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ദേശാഭിമാനി പാർട്ടി പത്രത്തിൻ്റെ 1-ാം പേജിൽ അത് എത്ര കണ്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നേട്ടം എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ആദ്യ ലേഖനം വരുന്നത്. പിന്നീട് അവർ ആ നിലപാട് മാറ്റുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉള്ളിൽ നിന്ന് തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ്. അതല്ല എങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നേട്ടമായി വ്യാഖ്യാനിക്കാനുള്ളൊരു സാഹചര്യമായിരുന്നു ഉരുത്തിരിയുക. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വിവാദം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് അതിലൊരു വ്യക്തത വരുത്തിക്കൊണ്ട് അവർ രംഗത്തെത്തുന്നത്. എനിക്ക് തോന്നുന്നത് നിയമപരമായി അവർ പറയുന്ന കാര്യങ്ങൾ അത് ശരിവെച്ച് കൊടുക്കുന്ന തരത്തിലേക്ക് അവസാനം എത്തേണ്ടി വരും. പക്ഷേ അതിന് രാഷ്ട്രീയമായി ഉണ്ടാകുന്ന വിമർശനങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? പ്രത്യേകിച്ച് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവനത്തെ പ്രതികൂലമായി ബാധിക്കുമോ? തീരശോഷണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണം. 2, ഇത് പ്രാദേശിക വികസനത്തെ എങ്ങനെ സഹായിക്കും? ആദ്യഘട്ടത്തിൽ അത് 1-ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ തന്നെ 2000 പേർക്ക് തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ദൗർഭാഗ്യവശാൽ അതുണ്ടായില്ല. അതിൻ്റെ പ്രാദേശികമായി തൊഴിൽ കിട്ടിയവരുണ്ട്, പക്ഷേ ആ പറഞ്ഞ സംഖ്യയിലേക്ക് എത്തിയില്ല. അതിൻ്റെ കാരണം ഇത് ജലമാർഗം മാത്രമാണ് ഈ കണ്ടെയ്നറുകൾ ഇപ്പോൾ കൈകാര്യം ചെയ്യപ്പെടുന്നത്. അത് കരമാർഗം, റോഡിലൂടെയും റെയിൽ മാർഗവുമൊക്കെ കൈകാര്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവിടെ ഗോഡൌണുകൾ ആവശ്യമായി വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഹോട്ടലുകൾ അല്ലെങ്കിൽ അനുബന്ധ വികസന മേഖലകളൊക്കെ യാഥാർത്ഥ്യമാകുന്നത് അപ്പോൾ മാത്രമായിരിക്കും. അതിനി എത്ര കൂടി കാത്തിരിക്കണം? ഈ അദാനി അനൗദ്യോഗികമായി പങ്കുവെക്കുന്ന അവരുടെ ഒരു നിലപാടുണ്ടല്ലോ, അതായത് ഈ പ്രാദേശിക വികസനം സാധ്യമാവാത്തത് അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ അകത്തേക്കും പുറത്തേക്കും റോഡ് മാർഗം പോകാത്തത് ഞങ്ങളുടെ വീഴ്ചയല്ല, സർക്കാരുകൾ, അതായത് കേന്ദ്ര സ്റ്റേറ്റ് സർക്കാരുകൾ അതിൽ നിലപാടെടുക്കാത്തത് കൊണ്ടും പദ്ധതി സ്ഥലമേറ്റെടുക്കൽ, റോഡ് നിർമ്മാണം അടക്കം പൂർത്തീകരിക്കാത്തതെന്നാണ്. അപ്പോൾ ആ വിശദീകരണം കൂടി ഒരുപക്ഷെ ഈ കത്തിൻ്റെ ഉള്ളടക്കമായി വരാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ അത് സ്വാഭാവികമായി അവർ മുമ്പോട്ട് വെക്കുന്ന ആ വാദത്തെ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയുമോ? കാരണം തുറമുഖം യാഥാർത്ഥ്യമായി. കണ്ടെയ്നറുകൾ വന്നു. ഏതാണ്ട് 16 ലക്ഷം TU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി നിലവിലവിടെയുണ്ട്. അത് വന്നും പോയി. അതായത് 1000 കപ്പലുകൾ ഇതിനോടകം എത്തി. അതിൽ തന്നെ 79ഓളം മദർഷിപ്പുകളാണ്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ അടക്കം വിഴിഞ്ഞത്തേക്ക് എത്തി. പക്ഷേ അതിൻ്റെ പ്രാദേശികമായ നേട്ടം GST എന്ന നികുതി വരുമാനത്തിനപ്പുറം 200 കോടി രൂപ GST ഇനത്തിൽ മാത്രം സംസ്ഥാനത്തിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് നമുക്കൊരു അഡീഷണൽ ബെനിഫിറ്റായി മാറുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ വീഴ്ച സംസ്ഥാനത്തിൻ്റേത് മാത്രമാണ്. അത് LDF ആയാലും UDF ആയാലും. അവിടെ ഈ വിമർശനങ്ങൾക്കൊക്കെ അപ്പുറം യാഥാർത്ഥ്യബോധത്തോടെ കൈകോർത്തുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് വേണ്ടത്. അവിടെയാണ് ഈ കൊടിയുടെ നിറം നോക്കാതുള്ള ഒരു ഇടപെടൽ യാഥാർത്ഥ്യമായാൽ മാത്രമേ അതിൻ്റെ വികസനത്തിൻ്റെ സാധ്യതകൾ വിഴിഞ്ഞം പ്രദേശവാസികൾക്കും കേരളത്തിന് മുഴുവനും വിനോദസഞ്ചാര മേഖലയിലടക്കം അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ റെയിൽ റോഡ് കണക്ടിവിറ്റി അടിയന്തരമായി യാഥാർത്ഥ്യമാകേണ്ടത് ഒരു അനിവാര്യതയായി നിൽക്കുന്നത്. ശരി, അതാണ് സാഹചര്യം. ഇതാണ് അദാനിയുടെ പുതിയ കത്ത്. ആ കത്തിൻ്റെ ഉള്ളടക്കം കൂടി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും സർക്കാരിന് മേൽ ഈ അനുമതി തേടലിന് വേണ്ടി പുതിയ സമ്മർദ്ദത്തിലാണ് അദാനിയുടെ ശ്രമം. തങ്ങളുടെ വാദമുഖങ്ങൾ, കരാറിൻ്റെ വിവിധ വ്യവസ്ഥകളടക്കം ഒന്നുകൂടി ഉദ്ധരിച്ചുകൊണ്ടുള്ള വാദമുഖത്തിനാണ് അദാനിയുടെ ശ്രമം. ഇതിനിടയിൽ മറ്റ് വിശദീകരണങ്ങളൊക്കെ അദാനി നൽകുന്നു. തങ്ങൾക്ക് മറ്റ് ലക്ഷ്യങ്ങളില്ല. കമ്പനിയുടെ ഇതുവരെയുള്ള സാമ്പത്തിക കണക്കുകളടക്കം അവർ പുറത്തുവിട്ടുകൊണ്ടാണ് നീക്കം നടത്തുന്നത്. ഇനി നമുക്കറിയാം, ഏതൊരു സർക്കാരും അധികാരത്തിൽ വരുമ്പോൾ തങ്ങളുടെ ഒരു ബൃഹത്തായ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കും. അത് കഴിഞ്ഞകാല 2-10 വർഷങ്ങളിൽ ഭരിച്ച ഇടതു സർക്കാരിന് ചില അജണ്ടകൾ ഉണ്ടായിരുന്നു. അവർ സംസ്ഥാന വികസനത്തിന് വേണ്ടി ചില അജണ്ടകൾ മുന്നോട്ട് വയ്ക്കുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഒടുവിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ വളരെ വ്യക്തമായി എന്തായിരിക്കും പുതിയ നയമെന്ന കാര്യം. മറ്റൊന്നുമല്ല, സമുദ്ര എന്നൊരു വലിയ സമുദ്ര മിഷൻ, ആ മിഷൻ പ്രഖ്യാപനം സമുദ്രവും അതിൻ്റെ അനുബന്ധ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ വികസന സാധ്യതകൾ, അതിലൂടെ സംസ്ഥാന ഖജനാവിലേക്ക് പണം കൊണ്ടുവരിക എന്ന പ്രഖ്യാപനമാണ്. അപ്പോൾ വിഴിഞ്ഞം നമ്മുടെ ഒരു വലിയ സാധ്യതയാണ്. അതിനപ്പുറം കേരളത്തിൽ ഇനിയും തുറമുഖങ്ങളുടെ സാധ്യതയുണ്ടോ എന്ന ചോദ്യവും അന്വേഷണവും നേരത്തെ തന്നെ നടന്നിട്ടുണ്ട്. ആ അന്വേഷണവും ഇപ്പോഴത്തെ ഈ ചർച്ചകളുമായി ബന്ധമുണ്ട്
ബന്ധമുണ്ട് എന്ന ആക്ഷേപം കൂടിയുണ്ട്. അതായത് വിഴിഞ്ഞത്തിനപ്പുറം മലബാർ കേന്ദ്രീകരിച്ച് ഒരു പുതിയ തുറമുഖം എന്ന ലക്ഷ്യം ഇപ്പോഴത്തെ ഈ ചർച്ചകൾക്കുമായി ബന്ധമുണ്ട് എന്ന ആക്ഷേപം കൂടി വരുന്നുണ്ട്. അത് സർക്കാരിൻ്റെ ഒരു വികസന ലക്ഷ്യമാവാം. അതായത് മലബാർ കേന്ദ്രീകരിച്ച് മലപ്പുറം ജില്ലയിലെ പൊന്നാനി ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പുതിയ തുറമുഖത്തിനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകളെല്ലാം പിന്നിൽ അതും കൂടിയുണ്ട്. അതായത് അദാനിയെ തന്നെ പുതിയ പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുക്കുന്നുവെന്ന് കോൺഗ്രസ് തന്നെ ഒരു ചില ചർച്ചകൾ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാവാം ഇപ്പോൾ ഈ തരത്തിൽ MSCയും വിവാദങ്ങളും ഒക്കെ ഉയർന്നു എന്നതാണ് പറയുന്നത്. ഈ ചർച്ചകൾ എത്ര കണ്ട് വസ്തുതയുണ്ട് ഡാൻ? കാരണം മലബാറിൽ ഒരു പോർട്ട് എന്ന ആവശ്യം അവിടുത്തെ ജനപ്രതിനിധികൾക്ക് മുമ്പ് ആവശ്യം ഉന്നയിച്ചിട്ടുള്ള വിഷയമാവാം. പക്ഷേ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? എന്താണ് ഇപ്പോൾ പുതിയ പോർട്ട് പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതിയും ഈ വിവാദവുമായി എന്ത് ബന്ധം? അതായത് വികസനം എന്ന് പറയുന്നത് വിഴിഞ്ഞത്ത് മാത്രം ഒതുങ്ങേണ്ടതല്ല. അതിന് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വികസനം എത്തണം. അവിടെ മലബാറിനെ ഒഴിച്ചു നിർത്താനാവില്ല. പ്രത്യേകിച്ച് UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ ലീഗിൻ്റെ കൃത്യമായ പ്രാതിനിധ്യം, ലീഗിൻ്റെ പ്രാധാന്യം, മുഖ്യമന്ത്രിയായി VD സതീശൻ എത്താൻ ലീഗ് വഹിച്ചിട്ടുള്ള പങ്ക്, ഇതൊക്കെ ചേർത്ത് വായിക്കണം. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹവും മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. സ്വാഭാവികമായി ഈ കേവലം ആശയങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് വികസനം യാഥാർത്ഥ്യമാക്കി എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തേണ്ടി വരും. അങ്ങനെ ചിലപ്പോൾ ഈ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തായാലും മിഷൻ സമുദ്ര പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ബജറ്റിലെ ഈ മെയ്ഡൻ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊന്ന് മിഷൻ സമുദ്രയാണ്. അത് വിഴിഞ്ഞത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു മിഷനല്ല. അതിന് തീർച്ചയായും ഒരു തുടർച്ചയുണ്ടാകും. ആ തുടർച്ച മലബാറിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന അഭ്യൂഹങ്ങൾ. അങ്ങനെ വരുമ്പോൾ അത് ഈ അദാനി പോർട്സിനെ തന്നെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കുമോ എന്ന ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, അങ്ങനെ അദാനി പോർട്സിനെ ഏൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായാൽ അദാനിക്ക് കേരളത്തിൽ കുത്തകവൽക്കരണത്തിനുള്ള അവസരം ഒരുക്കുകയാണോ സർക്കാർ എന്ന വിമർശനം അവിടെ ഉയർന്നു വരും. അവിടെ ഈ 2 വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഈ വമ്പൻ വിദേശ സ്വകാര്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവാദങ്ങളും ഒരേ സമയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് മുഖ്യമന്ത്രി എങ്ങനെ അറിയാതെ പോകും എന്ന തുറമുഖ വകുപ്പിൻ്റെ ചുമതലയുള്ള, അവിടെയാണ് ആ ചോദ്യം, തുറമുഖ വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എങ്ങനെ ഈ വിഷയം അറിയാതെ പോകുമെന്ന ചോദ്യമുണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പിൽ, വാർത്താക്കുറിപ്പിൽ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടുള്ള മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നുള്ള കുറിപ്പിലടക്കം ഇത് സംബന്ധിച്ച വിശദീകരണം തേടിയിട്ടുണ്ട്. അതേസമയം എംപവേർഡ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി വിശദീകരണം തേടി എന്ന് പറയുന്നത് രാഷ്ട്രീയമായ വിവാദങ്ങളെ മറികടക്കാനുള്ള പ്രതിരോധമാണ്. എംപവേർഡ് കമ്മിറ്റിയെ നിയോഗിച്ചു എന്ന് പറയുന്നത് അത് നോയാണെങ്കിൽ എംപവേർഡ് കമ്മിറ്റിയെ നിയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ എങ്ങനെ വേണം? ചീഫ് സെക്രട്ടറി, സംസ്ഥാനത്തെ ഏറ്റവും പ്രഥമ ഉദ്യോഗസ്ഥ തലവനായ ചീഫ് സെക്രട്ടറി അടക്കം ഉൾപ്പെട്ടിട്ടുള്ള സമിതിയാണ് ഈ എംപവേർഡ് കമ്മിറ്റി. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ അവർ പരിശോധിക്കുകയാണ്. എന്തെങ്കിലും കൺസേണുകൾ ഈ പാരിസ്ഥിതികമായോ അല്ലാതെയോ ഉയരുന്നുണ്ടെങ്കിൽ അത് ഈ എംപവേർഡ് കമ്മിറ്റി സർക്കാരിനെ അറിയിക്കും. സർക്കാർ അക്കാര്യം അദാനി പോർട്സിനെ അറിയിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വിവാദങ്ങളെ മാറ്റി നിർത്തിയാൽ ഈ പ്രൊജക്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ശരി, എന്തായാലും ഇതിനിടയിലാണ് ലീഗിന് ഇക്കാര്യത്തിൽ ഒരു മൗനമുണ്ടോ? ആ മൗനമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പൊന്നാനിയിലെ മലബാറിലെ ആ പുതിയ പോർട്ടാണ് എന്ന ചർച്ച കൂടി വരുന്നത്. നമുക്ക് മലപ്പുറത്ത് നിന്നും CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, സംസ്ഥാനത്തിന് പുതിയൊരു തുറമുഖ പ്രോജക്റ്റ് എന്നൊരു ആശയം അത് മലബാർ കേന്ദ്രീകരിച്ച് വരുന്നു എന്ന ചർച്ചകളാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. യഥാർത്ഥത്തിൽ പൊന്നാനി കേന്ദ്രീകരിച്ച് ഒരു തുറമുഖ പദ്ധതി എന്ന ആശയം എന്നുണ്ടായതാണ്? മുൻകാല സർക്കാരുകളുടെ കാലത്തും ഈ ചർച്ചകൾ സജീവമായിരുന്നു. ഇപ്പോഴത്തെ അവിടുത്തെ ജനപ്രതിനിധിയൊക്കെ ഈ ഒരു ക്ലെയിം ഉന്നയിക്കുന്നുണ്ടോ അവിടെ? സജിത്ത്, 2015 പൊന്നാനിയിൽ സ്വകാര്യ തുറമുഖം എന്ന ഒരു കൺസെപ്റ്റിന് അതിന് തുടക്കമായത്. അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി അതിന് തറക്കല്ലിടുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ആദ്യ സ്വകാര്യ തുറമുഖം എന്നായിരുന്നു ഈ ഒരു പദ്ധതിക്ക് പിന്നിലുണ്ടായിരുന്ന ആശയം. അതിന് ഏകദേശം ഒരു വലിയ സംഖ്യ സ്വരൂപിക്കാനായിട്ട് സ്വകാര്യ നിക്ഷേപകരെ അവർ തേടിയിരുന്നു. മലബാർ പോർട്ട് എന്ന ഒരു കമ്പനിയായിരുന്നു ഇതിൻ്റെ ടെൻഡർ എടുത്തിരുന്നത്. 2000 കോടി രൂപയുടെ വലിയൊരു പദ്ധതിയായിരുന്നു വിഭാവനം ചെയ്തതെങ്കിലും അവർക്ക് അത് ഒറ്റയ്ക്ക് ഫണ്ട് കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് പിന്നീട് ആ പദ്ധതി ഇല്ലാതെയാവുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ MLA ആയിരുന്ന P. നന്ദകുമാർ മുൻകൈ എടുത്തുകൊണ്ട് പല ശ്രമങ്ങളും നടത്തിയിരുന്നു. പല കമ്പനികളെയും അവിടെ ഈ മലബാർ പോർട്ടിന് പകരം മറ്റ് പല കമ്പനികളെ അവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും പൂർണ്ണമായിട്ടും അതൊന്നും ഫലം കണ്ടില്ല. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് കപ്പൽ നിർമ്മാണശാലയ്ക്കാണ് ഇപ്പോൾ അവിടെ
സാധ്യത തെളിഞ്ഞിരിക്കുന്നത്. അതിന് ട്രാവൻകൂർ പ്രിസിഷൻ കോമ്പോണൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനം 1000 കോടി രൂപയുടെ മുതൽ മുടക്കിൽ ഒരു കപ്പൽ നിർമ്മാണശാല അവിടെ നിർമ്മിക്കാനുള്ള പദ്ധതികളൊക്കെയാണ് തുടക്കമായിരിക്കുന്നത്. അതിൻ്റെ DPR ഏകദേശം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടപടികളും തുടക്കമായിട്ടുണ്ട്. ഈ കപ്പൽ നിർമ്മാണശാലയോട് ചേർന്ന് ചെറിയ ഒരു ബാർജ് അല്ലെങ്കിൽ ഒരു ചെറിയ തുറമുഖത്തിൻ്റെ സാധ്യതകളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. സ്വകാര്യ തുറമുഖം, പൊന്നാനി തുറമുഖം എന്ന കൺസെപ്റ്റിൽ നിന്നും ഏകദേശം കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പകരം ഒരു കപ്പൽ നിർമ്മാണശാല എന്ന വലിയ ഒരു പദ്ധതിയിലേക്കാണ് അവിടെ ഇപ്പോൾ സാഹചര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. 30 ഏക്കർ ഭൂമി, 29 ഏക്കർ ഭൂമി അതിനുവേണ്ടി സർക്കാർ വിട്ടു നൽകാനും തയ്യാറായിട്ടുണ്ട്. നേരത്തെ സ്വകാര്യ തുറമുഖത്തിനായി കണ്ടെത്തിയ അതേ പ്രദേശത്താണ്, അതേ ഇടം തന്നെയാണ് ഈ ഒരു കപ്പൽ നിർമ്മാണശാലയ്ക്കായിട്ട് നീക്കി വയ്ക്കുന്നത്. എന്നാണെങ്കിലും വരുന്ന മാസങ്ങളിൽ ഇതിൻ്റെ നടപടി യെസ്, എന്തായാലും പൊന്നാനി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മലബാർ കേന്ദ്രീകരിച്ച് ഇത്തരമൊരു ആശയം ഉണ്ട് നേരത്തെ എന്ന കാര്യം കൂടിയാണ് അനുമോദ് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് തള്ളിക്കളയേണ്ടതില്ല. ഇത് സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യവുമായി ചേർന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ വ്യക്തി താല്പര്യമൊന്നുമല്ല. സംസ്ഥാനത്തെ പൊതു താല്പര്യത്തിന് വേണ്ടി ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണകർത്താവ് കാണുന്ന സ്വപ്നം, അങ്ങനെ കൂടി ചിന്തിക്കാം. അതിനെ ആ രീതിയിൽ കൂടി നമുക്ക് കാണാം. എന്തായാലും ഇത് വളരെ ഗൗരവമായ ഒരു ആലോചനകളാണ് മലബാറിന്റെ വികസനവുമായി. ഒരു കാര്യം കൂടെ ചേർത്ത് വെക്കാനുള്ളത്, നമ്മൾ ഈ ബൈപ്പാസുകൾ നിർമ്മിക്കാൻ അല്ലെ ദേശീയപാതകൾ നിർമ്മിക്കാൻ, ഹൈസ്പീഡ് റെയിൽ പദ്ധതികളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ ജനവാസ മേഖലയെ ഒരുപാട് അത് ബാധിക്കും. പക്ഷേ ഈ തുറമുഖ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് ഒരു തരത്തിലും നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്നില്ല. പക്ഷേ വലിയ സാധ്യതകളുമുണ്ട്. ഒരുപക്ഷെ ഈ 2 സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരു തന്ത്രപരമായ നീക്കം VD സതീശൻ എന്ന തന്ത്രശാലിയായ മുഖ്യമന്ത്രി ഒരുപക്ഷെ സ്വീകരിക്കുന്നതാണ്. അതാകുമ്പോൾ വലിയ തടസ്സങ്ങളൊന്നും വരാൻ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു വെല്ലുവിളി. അതിനെ അങ്ങ് അതിജീവിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അനന്തമായ സാധ്യതയുണ്ട്. തീരങ്ങൾ എല്ലായിടത്തുമുണ്ട്, 1-2 ജില്ലകൾ ഒഴിച്ചു നിർത്തിയാൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം അവർക്കുണ്ടാകും. ശരി, അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഒരു കാര്യം കൂടി, മുസ്ലിം ലീഗ് സർക്കാരിന് അല്ലെങ്കിൽ VD സതീശന് നൽകുന്ന വലിയ പിന്തുണയുണ്ട്, അതിനൊരു രാഷ്ട്രീയമുണ്ട് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇതാ ഇപ്പോൾ ഈ വിഴിഞ്ഞം വിഷയത്തിലടക്കം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയത് ന്യൂനപക്ഷങ്ങളുടെ അടക്കമുള്ള ഒരു വലിയ പിന്തുണ. അപ്പോൾ മലബാറിന് ഒരു വലിയ പദ്ധതി വേണം. ആ പദ്ധതി ഒരുപക്ഷെ ഒരു തുറമുഖ പദ്ധതി ആവാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ എന്ന വിലയിരുത്തൽ തന്നെ നമുക്ക് നടത്തിക്കൂടെ? തീർച്ചയായും പൊന്നാനിയിൽ നിലവിലുള്ള കപ്പൽ നിർമ്മാണശാലയോട് ചേർന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുറമുഖത്തിന് സാധ്യത. കാരണം അവിടെ ഇനി തുറമുഖം മാത്രമായിട്ട് ഈ ഘട്ടത്തിൽ അത് DPR എല്ലാം പൂർത്തീകരിച്ച് ഒരു കമ്പനി അതിൻ്റെ പ്രാഥമിക പഠനങ്ങളെല്ലാം നടത്തി പ്രവർത്തനം തുടങ്ങിയ സാഹചര്യത്തിൽ ഒരു തുറമുഖം എന്ന തുറമുഖത്തിലേക്ക് മാത്രമായിട്ട് ആ പദ്ധതി ഒരിക്കലും ഒതുങ്ങുകയില്ല. കപ്പൽ നിർമ്മാണശാലയോട് ചേർന്ന് അനുബന്ധ വികസനമായിട്ടായിരിക്കും അവിടെ തുറമുഖം ഉണ്ടാവുക. പിന്നെ പൊന്നാനിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ കാര്യം പറയുന്നത്, പൊന്നാനിയിൽ VD സതീശൻ്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള MLA ആണ് നൗഷാദ് അലി. അദ്ദേഹത്തിൻ്റെ കാലത്ത് അവിടെ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് അതിനുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. മാത്രമല്ല വ്യവസായ മന്ത്രി എന്ന നിലയ്ക്ക് PK കുഞ്ഞാലിക്കുട്ടിക്കും അതിന് ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയുന്നതായിരിക്കും. പക്ഷേ ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനുള്ള പദ്ധതിയായിട്ടാണ് ഈ തുറമുഖ നിർമ്മാണത്തെ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് തുറമുഖം മാത്രമല്ല, അത് കപ്പൽ നിർമ്മാണശാല കൂടിയുള്ള ഒരു വലിയ പദ്ധതിയായിട്ടാണ്, 1000 കോടിയുടെ വലിയൊരു വികസന പദ്ധതിയായിട്ടാണ് അവരത് വിഭാവനം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കപ്പൽ നിർമ്മാണശാല, അതിനുശേഷം അനുബന്ധമായിട്ടുള്ള തുറമുഖ വികസനം, അങ്ങനെയാണ് 1000 കോടിയുടെ ഒരു വലിയ പദ്ധതി വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പ്രാരംഭഘട്ടത്തിൽ ഇപ്പോൾ പൂർത്തീകരിക്കുന്നതായിട്ടുള്ള അവിടെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങളുണ്ട്. അതായത് മീൻചാപ്പ് പോലത്തെ ചില നിർമ്മാണങ്ങളുണ്ട്. അതെല്ലാം പൊളിച്ചു നീക്കേണ്ടത് ഒരു സാഹചര്യമാണ് എന്നാണ് ഇപ്പോഴവിടെ ഈ പദ്ധതിക്ക് തടസ്സമായിട്ടുള്ളത്. അപ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെ വരും മാസങ്ങളിൽ പൂർത്തീകരിച്ച് കപ്പൽ നിർമ്മാണശാലയുടെ നിർമ്മാണം ഈ വർഷം തന്നെ തുടങ്ങാനുള്ള ശ്രമങ്ങളാണ് ഈ ഒരു ട്രാവൻകൂർ പ്രിസിഷൻ കമ്പോണൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇതിന് പരിപൂർണ്ണ പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം നമുക്ക് പൊന്നാനി പോർട്ട് എന്ന ഇതിനപ്പുറം ഒരു വലിയ സംരംഭമായിട്ടാണ് വരുന്നത്. അതിൻ്റെ അനുബന്ധമായിട്ടാണ് ഈ പോർട്ട് പൊന്നാനിയിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ശരി, ആയിരിക്കാം ഒരു പക്ഷേ. അത്തരം പദ്ധതികളാവാറുണ്ടാവും. ഒരു പക്ഷേ പൊന്നാനി മാത്രമാവുന്നില്ല, മറ്റ് സാധ്യതകളിലേക്കും ഒരു പക്ഷേ സർക്കാർ തിരിഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ എന്തായാലും ഈ വിഴിഞ്ഞം വിവാദങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് മലബാറിനൊരു വലിയ വികസന പദ്ധതി കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവും. അത് പക്ഷേ ഒരു പക്ഷേ അദാനിയെ ചേർന്ന്, നമുക്കറിയാം സ്വകാര്യ കമ്പനികൾ അദാനി അല്ലെങ്കിൽ X or Y ഉണ്ടാവട്ടെ, ഒരു പക്ഷേ അദാനിയെ കൂടി ചിന്തിക്കുന്നതിലും തെറ്റു പറയാൻ പറ്റില്ല. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. എന്തായാലും ഈ ചർച്ചകൾ പ്രസക്തമാണ്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും അല്ലേ? അതായത് രാജ്യസുരക്ഷയും പൊതു താല്പര്യത്തെയും സംസ്ഥാനത്തിന്റെ വാണിജ്യ താല്പര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കാതിരുന്നാൽ ആർക്കും നിക്ഷേപം നടത്താം. അതിനെന്താണ് പ്രശ്നം? അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നതാകും കൂടുതൽ. അതാണ് സാഹചര്യം. എന്തായാലും
ഈ വിഷയത്തിൽ വലിയ സാധ്യതകളാണ്. എന്തായാലും നമ്മൾ പൊന്നാനിയിലെ MLA KP നൌഷാദ് അലിയുടെ കൂടെ പ്രതികരണം തേടിയിരുന്നു. അദ്ദേഹം പക്ഷേ തൽക്കാലം ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയും വരുന്ന മണിക്കൂറുകളിലെങ്കിലും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വിഴിഞ്ഞം സംസ്ഥാനത്തെ ഒരു വലിയ വിവാദ വിഷയമായി തന്നെ തുടരുകയാണ്. സർക്കാർ തീരുമാനമെടുക്കും. അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നീക്കവുമുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് അതിൻ്റെ തുടർ വാർത്തകൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം.